ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പായിട്ട് അറേബ്യൻ ഓഫ് യൂറോപ്യൻസും അതുപോലെ തന്നെ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, തിരുവിതാംകൂറിന്റെ ഹിസ്റ്ററി, അതുപോലെ മാർത്താണ്ഡവർമ്മ മുതൽ ചിത്ര തിരുനാൾ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പാകത്തിന് പോയിന്റ്സ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പ്ലസ് NCERTയും SCERTയും അതിന്റെ കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം, ഒരുപാട് പേര് ഇങ്ങനെ ടെലിഗ്രാമും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഞാനും പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ നോട്ട്സാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല. പക്ഷേ ഞാനൊരു ഈ സെയിം പേജിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് അന്നന്ന് ഇടുന്ന ക്ലാസ്സുകൾ ഏതാണെന്നുള്ളത് അതിൽ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇത് നമ്മുടെ തമ്മിൽ അതിലിങ്ങനെ ഇട്ട് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. കാരണം എല്ലാത്തിനേക്കാളും എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് അയച്ച് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി ത്രൂ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ കമൻറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ റിപ്ലൈ കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയണം എന്നുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. എനിക്കറിയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ മെസ്സേജ് അയച്ചത് അപ്പം തന്നെ റിപ്ലൈ കിട്ടുമെന്ന് വിചാരിക്കരുത്. ഞാനും പഠിക്കുന്ന ആളാണ്. എനിക്ക് സമയമുള്ള ടൈമിൽ എനിക്ക് റിപ്ലൈ തരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് കേട്ടോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ SCERTയിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നവോത്ഥാന നായകരെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് SCERTയിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് മാത്രം നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. ഓക്കെ, സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളുമാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. വൈകുണ്ഠസ്വാമിയുടെ എന്താണ്? സമത്വ സമാജമാണ് അല്ലെ. വൈകുണ്ഠസ്വാമി സ്ഥാപിച്ചത് എന്താണ്? സമത്വ സമാജമാണ്. അതായത് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട്. ഓക്കെ, പണ്ട് കാലത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. ഇവരൊക്കെ ഒരുപാട് കേരളത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ അവര് ആരംഭിച്ചിട്ടുള്ള ഓരോ സംഘടനകൾ, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വൈകുണ്ഠസ്വാമി സ്ഥാപിച്ചിട്ടുള്ളത് ഏതാണ്? സമത്വ സമാജമാണ് അല്ലെ. ചട്ടമ്പി സ്വാമി എന്തിനാണ് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നത്? അദ്ദേഹം കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. എന്തൊക്കെയാണ്? കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. ഓക്കെ, ശ്രീനാരായണ ഗുരു എന്താണ്? ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഇതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ SNDP സ്ഥാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അടുത്ത ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന് പറയുന്നത് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. എന്താണ്? അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അയ്യങ്കാളി എന്താണ്? അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്താണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. വാഗ്ഭടാനന്ദനോ? വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. ഓക്കെ, പണ്ഡിറ്റ് KP കറുപ്പൻ എന്താണ് സ്ഥാപിച്ചത്? അരയ സമാജം. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിക്കുന്നത് അരയ സമാജമാണ്. ഓക്കെ, മന്നത്ത് പത്മനാഭൻ എന്താണ്? നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റി. ഓക്കെ, VT ഭട്ടതിരിപ്പാട് എന്താണ് സ്ഥാപിച്ചത്? യോഗക്ഷേമ സഭ. എന്താണ്? യോഗക്ഷേമ സഭ. ഓക്കെ, കുമാരഗുരുദേവൻ എന്താണ് സ്ഥാപിച്ചത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. എന്താണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. വേറെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇത് പഠിച്ചിട്ട് വേണം പോകാൻ. കാരണം എന്താണ്? ഇതൊരു SCERT ഫാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വേറെ ഒന്നും നോക്കിയില്ലെങ്കിലും ഇതെന്തായാലും നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് കറക്റ്റ് ആയിട്ട് തുടങ്ങാം. നോട്ട്സ് എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ നോട്ട്സ് എടുത്തിട്ട് ഇരുന്നോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ സംഭവം എന്താണ്? സമത്വ സമാജം തുടങ്ങിയിട്ടുള്ളത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ. വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പൊ സമത്വ സമാജം എന്ന് പറയുന്നത് എന്താണ്? അതായത് ജാതി ചിന്ത കേട്ടോ. ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കാനായിട്ട് രൂപീകരിച്ച പ്രസ്ഥാനമാണ്. എന്താണ്? ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന് ബോധം സൃഷ്ടിക്കുന്നതിനായിട്ട് രൂപീകരിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് പരിഗണിക്കപ്പെടുന്നതും സമത്വ സമാജം തന്നെയാണ്. എന്താണ്? കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് പരിഗണിക്കപ്പെടുന്നതും സമത്വ സമാജമാണ്. സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ് സ്ഥാപിച്ചത്. ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1836. എപ്പോഴാണ് സ്ഥാപിച്ചത്? 1836
സമത്വ സമാജം സ്ഥാപിക്കുന്നത്. സ്ഥാപിച്ചതിൽ ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. ഇത് സ്ഥാപിതമായത് എവിടെയാണ്? സ്ഥാപിതമായിരിക്കുന്നത് ശുചീന്ദ്രത്താണ് കേട്ടോ. ശുചീന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥാപിച്ചത്. ഇത് ശുചീന്ദ്രം എവിടെയാണ്? ഇത് കന്യാകുമാരിയാണ്. കന്യാകുമാരി തമിഴ്നാട്ടിലാണ് ഇത് ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെടുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഒന്നുകൂടെ പറയാം. ജാതിചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിനായിട്ട് രൂപീകരിച്ച പ്രസ്ഥാനമാണിത്. കേരളത്തിന്റെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് പരിഗണിക്കപ്പെടുന്നു. സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമിയാണ്. സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. 1836 സമത്വ സമാജം സ്ഥാപിതമായത്. സ്ഥാപിച്ചത് എവിടെയാണ്? ശുചീന്ദ്രം, കന്യാകുമാരി, തമിഴ്നാട്. ശുചീന്ദ്രം, കന്യാകുമാരി, തമിഴ്നാട്. ഓക്കെ. അപ്പോൾ സമത്വ സമാജം മനസ്സിലായല്ലോ. ഇനി അടുത്ത നമ്മൾ പറയാനായിട്ട് പോകുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഓക്കെ, SNDP എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. എനിക്ക് സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. SNDP എന്നാണ് പറയുന്നത് കേട്ടോ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDP. ഓക്കെ, SNDP അപ്പൊ സ്ഥാപിതമായത് എവിടെയാണ്? സ്ഥാപിതമായ വർഷം 1903 മെയ് 15, 1078 ഇടവം 2. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. 1903 മെയ് 15, 1078 ഇടവം 2. ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? എവിടെ ആസ്ഥാനമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഇത് കൊല്ലം ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എവിടെയാണ്? കൊല്ലം ആസ്ഥാനമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇത് സ്ഥാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. ഓക്കെ, അപ്പൊ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, SNDP യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സമിതി അല്ലെങ്കിൽ സംഘടന, അതായത് SNDP യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഒരു സമിതിയോ ഒരു സംഘടനയോ എന്നറിയപ്പെടുന്ന പേരെന്താണ്? വാവൂട്ട് യോഗം എന്നാണ് അറിയപ്പെടുന്നത്. ഈ വാവൂട്ട് യോഗമാണ് ഇതിന്റെ SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സമിതി എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, രൂപീകരണത്തിന് കാരണമായ യോഗം ഏതാണ്? യോഗം എന്ന് പറയുന്നത് അരുവിപ്പുറം ക്ഷേത്രയോഗം. അരുവിപ്പുറം ക്ഷേത്രയോഗം. അപ്പൊ രൂപീകരണത്തിന്റെ ഇതിന്റെ മുൻഗാമി എന്ന് പറയുന്നത് വാവൂട്ട് യോഗമാണ്. ഇതിന് കാരണമായ യോഗം എന്ന് പറയുന്നത് എന്താണ്? അരുവിപ്പുറം ക്ഷേത്രയോഗം, 1898. ഓക്കെ, അപ്പൊ ഇതിന്റെ ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പു ആണ്. ആരാണ്? ഡോക്ടർ പൽപ്പു ആണ് ഇതിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പൽപ്പു ആണ് ഇതിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ പൽപ്പുവിന്റെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP തുടങ്ങുന്നത്. അപ്പൊ പൽപ്പുവിനെ അതിനുവേണ്ടി പ്രേരിപ്പിച്ച വ്യക്തി ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ഓക്കെ, സ്വാമി വിവേകാനന്ദന്റെ പ്രേരണയാല് പൽപ്പുവിന്റെ പ്രേരണയാല് ശ്രീനാരായണ ഗുരുവുമാണ് SNDP തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു ഇത് തുടങ്ങുന്നത്? അതൊക്കെ പൽപ്പുവിന്റെ പ്രേരണയാലാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? കുമാരനാശാനാണ്. ആരാണ് ഇതിന്റെ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത്? കുമാരനാശാനാണ്. അപ്പൊ ആദ്യത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പു ആണ്. ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ്? കുമാരനാശാനാണ്. ഓക്കെ, അപ്പൊ SNDPയുടെ അല്ലെങ്കിൽ ശ്രീധർമ്മ പരിപാലന യോഗത്തിന്റെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യത്തെ മുഖപത്രം എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ മുഖപത്രം എന്ന് പറയുന്നത് വിവേകോദയമാണ്. എന്താണ്? വിവേകോദയമാണ് ആദ്യത്തെ മുഖപത്രം എന്ന് പറയുന്നത്. ഇത് സ്ഥാപിതമായത് എന്താണ്? 1904 മെയ് 13. 1904 മെയ് 13 ഇത് സ്ഥാപിതമാകുന്നത്. സ്ഥാപിച്ചത് ആരാണ്? കുമാരനാശാനാണ് സ്ഥാപിച്ചത്. കുമാരനാശാനാണ് വിവേകോദയം സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഔദ്യോഗിക പത്രാധിപർ ആരാണ്? ആദ്യത്തെ ഔദ്യോഗിക പത്രാധിപർ എന്ന് പറയുന്നത് M ഗോവിന്ദനാണ്. ആരാണ്? M ഗോവിന്ദനാണ് ആദ്യത്തെ ഔദ്യോഗിക പത്രാധിപർ എന്ന് പറയുന്നത്. അപ്പൊ വിവേകോദയം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? മറ്റൊരു പേരെന്ന് പറയുന്നത് ഈഴവ ഗസറ്റ്. എന്താണ്? ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പത്രമാണ് വിവേകോദയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വിവേകോദയം ഈ 1904 മെയ് 13 സ്ഥാപിതമായി. പക്ഷേ ഇപ്പോഴത്തെ SNDPയുടെ മുഖപത്രം എന്ന് പറയുന്നത് എന്താണ്? അത് യോഗനാഥമാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് വിവേകോദയം, ഇപ്പോഴത്തെ എന്ന് പറയുന്നത് യോഗനാഥവുമാണ്. ഓക്കെ, അപ്പൊ വിവേകോദയം എന്നുള്ള ഒരു പേര് നൽകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദനോടുള്ള ആദരസൂചകമായിട്ടാണ് ആ പേര് നൽകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കുമാരനാശാന്റെ ഉണ്ടല്ലോ ശ്രീബുദ്ധ ചരിത്രം. ഓക്കെ, കുമാരനാശാന്റെ ശ്രീബുദ്ധ ചരിത്രം എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ചത് എവിടെയാണ്? പരിഭാഷ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വിവേകോദയത്തിലാണ് കേട്ടോ. 1900 എത്രയാണ്? 1904 മുതൽ 1907 വരെ. എപ്പോഴാണ്? 1904
1904 മുതൽ 1907 വരെയാണ് അദ്ദേഹത്തിന്റെ ശ്രീബുദ്ധ ചരിത്രം. എന്താണ് ശ്രീബുദ്ധ ചരിത്രം? ഓക്കെ, ശ്രീബുദ്ധ ചരിത്രം എന്നത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഓക്കെ, പിൽക്കാലത്ത് ഈ വിഭോഗോദയം എന്ന് പറയുന്നത് ഉണ്ടല്ലോ, CR കേശവൻ വൈദ്യർ എന്ന് പറയുന്ന ഒരു വ്യക്തി വിലയ്ക്ക് വാങ്ങാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ആരാണ് വിലയ്ക്ക് വാങ്ങിയത്? CR കേശവൻ വൈദ്യർ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത്, SNDP കുറിച്ച് പറയുന്ന സമയത്ത് പറയേണ്ട വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ അറിയോ? കറക്റ്റ് ആയിട്ടുള്ള ഒരു ഭരണഘടന, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഭരണഘടനയും അതുപോലെ തന്നെ പ്രവൃത്തി പദ്ധതിയും. ഓക്കെ, പ്രവൃത്തി പദ്ധതി, കറക്റ്റ് ആയിട്ടുള്ള ഭരണഘടന, കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമ്പ്രദായവുമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടന. എന്തൊക്കെയാണ്? കറക്റ്റായ ഒരു ഭരണഘടനയും അതുപോലെ തന്നെ പ്രവൃത്തി പദ്ധതി. എന്താണ് പ്രവൃത്തി പദ്ധതി? അതുപോലെ കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായവുമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയാണ് SNDP എന്ന് പറയുന്നത്. എന്താണ് SNDP എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. SNDP കേട്ടോ. അപ്പോൾ ഇത് എഴുതിയെടുക്കുക. ഓക്കെ, അടുത്ത എന്താണ്? അടുത്തെന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, സാധുജന പരിപാലന സംഘം. എന്താണ് സാധുജന പരിപാലന സംഘം? സ്ഥാപിച്ചത് ആരാണ്? സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത് അയ്യങ്കാളിയാണ്. 1907 അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? അതായത് സമൂഹത്തിലെ അനാചാരങ്ങളും, എന്താണ് സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട സംഘടന. എന്തൊക്കെയാണ്? സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സ്ഥാപിക്കാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് എന്താണ്? SNDP ആണ് കേട്ടോ. SNDP ഇപ്പൊ നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ പറഞ്ഞതുപോലെ തന്നെ SNDP ആണ് സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നതിനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം അറിയപ്പെടുന്ന പേരെന്താണ്? സാധുജന പരിപാലിനി. ഇമ്പോർട്ടന്റ് ആണ്, സാധുജന പരിപാലിനി. 1913. ഓക്കെ, സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം എന്ന് പറയുന്നത് സാധുജന പരിപാലനയാണ്. ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെയാണ്? ചങ്ങനാശ്ശേരി സുദർശന പ്രസ്സിലാണ്. എവിടെയാണ്? ചങ്ങനാശ്ശേരി സുദർശന പ്രസ്സിലാണ്. അപ്പോൾ സാധുജന പരിപാലന അറിയപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദളിത് പത്രമാണ്. എന്താണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദളിത് പത്രമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമാണ് സാധുജന പരിപാലനി എന്ന് പറയുന്നത്. അപ്പൊ ഈ പത്രത്തിന്റെ മുഖ്യ പത്രാധിപർ ആരാണ്? ഇതിന്റെ മുഖ്യ പത്രാധിപർ എന്ന് പറയുന്നത് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. ആരാണ്? ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് ഇതിന്റെ മുഖ്യ പത്രാധിപർ എന്ന് പറയുന്നത്. സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയിട്ട് മാറ്റിയത് എന്നാണ്? സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റുന്നത് 1938 1938 സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റിയത്. ഇവരെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ. ഇതൊക്കെ ഒരുപാട് വലിയ വലിയ ആളുകളാണ്. അയ്യങ്കാളി എന്നൊക്കെ പറയുന്ന സമയത്തല്ലേ ഒരുപാട് വിപ്ലവങ്ങളും ഒരുപാട് എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചേഞ്ചസും ഒക്കെ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അവരെ കുറിച്ച് നമ്മൾ നവോത്ഥാനം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടോ. ഓക്കെ, അടുത്ത എന്താണ്? അടുത്തെന്ന് പറയുന്നത് ആത്മവിദ്യാസംഘം. എന്താണ്? ആത്മവിദ്യാസംഘമാണ്. വാഗ്ബടാനന്ദനാണ് നമ്മുടെ ഇത് തുടങ്ങുന്നത്. ഓക്കെ, എപ്പോഴാണ് ഇത് ആരംഭിക്കുന്നത്? 1917 ആത്മവിദ്യാസംഘം ആരംഭിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് എന്താണ് ആത്മവിദ്യാസംഘം എന്ന് പറയുന്നത്? അതായത് നമ്മുടെ അന്ധവിശ്വാസങ്ങൾ ഉണ്ടല്ലോ, അന്ധവിശ്വാസങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു അർത്ഥമില്ലാത്ത കുറച്ച് ചടങ്ങുകൾ ഉണ്ടല്ലോ. അപ്പൊ അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായിട്ടുള്ള കുറച്ച് ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത്. അപ്പൊ ഇത് സ്ഥാപിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അതിന് മുൻകൈ എടുത്തിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണെന്നറിയോ? നമ്മുടെ കുന്നോത്ത് കുഞ്ഞേക്കു ഗുരുക്കൾ. ആരാണ്? കുന്നോത്ത് കുഞ്ഞേക്കു ഗുരുക്കൾ. അതുപോലെ തന്നെ കറപ്പയില് കണാരൻ മാസ്റ്റർ, ധർമ്മധീരൻ. ആരാണ്? ധർമ്മധീരൻ. കയ്യാല ചേക്കു. അതുപോലെ തന്നെ പാലേരി ചന്തമ്മൻ. ആരാണ്? പാലേരി ചന്തമ്മൻ എന്നിവരാണ് ഇത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രധാനമായിട്ട് ഇത് എവിടെയാണ് പ്രവർത്തനം ഉണ്ടായിരുന്നതെന്നറിയോ? ഇത് മലബാറിലാണ്. എവിടെയാണ്? മലബാറിലാണ് ഇത് പ്രധാനമായിട്ടും പ്രവർത്തനം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ അടുത്തുള്ള ഒരു കാര്യം എന്താണ്? നമ്മുടെ ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന അദ്ദേഹത്തിന്റെ കവിത എന്താണ്? അതായത് ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന അദ്ദേഹത്തിന്റെ കവിതയുടെ പേരാണ് സ്വതന്ത്ര
സ്വതന്ത്ര ചിന്താമണി എന്നാണ് ആരംഭിച്ചത് 1921 കേട്ടോ. അതായത് 1921 ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന അദ്ദേഹത്തിന്റെ കവിത സ്വതന്ത്ര ചിന്താമണി സ്ഥാപിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ മുഖപത്രം, നമ്മുടെ ഈ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം അറിയപ്പെടുന്ന പേരെന്താണ്? അത് അഭിനവ കേരളം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? അഭിനവ കേരളം. അഭിനവ കേരളം ആരംഭിച്ചത് എന്നാണ്? 1921 അഭിനവ കേരളം ആരംഭിക്കുന്നത്. ഓക്കെ, പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരിക ആത്മവിദ്യാ കാഹളമാണ്. എന്താണ്? ഇതിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരിക ഏതാണ്? വാരിക എന്ന് പറയുന്നത് ആത്മവിദ്യാ കാഹളമാണ്. ആത്മവിദ്യാ കാഹളം സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്? 1929 കേട്ടോ. 1929 ആത്മവിദ്യാ കാഹളം സ്ഥാപിക്കപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് വനിതകൾ ഉണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് അറിയോ? കെ ദേവയാനി. ആരാണ്? കെ ദേവയാനി. അതുപോലെ തന്നെ പി ഭാർഗവി അമ്മ. ആരാണ്? പി ഭാർഗവി അമ്മ. എം ലക്ഷ്മിക്കുട്ടി അമ്മ. ആരാണ്? എം ലക്ഷ്മിക്കുട്ടി അമ്മ. എനിക്ക് എഴുതാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് എഴുതി കാണിച്ചു തരാത്തത്. ഓക്കെ, അപ്പൊ എഴുതിയെടുക്കാം കേട്ടോ, ഞാൻ പറയുന്നത് എഴുതിയെടുക്കുക. എം ലക്ഷ്മിക്കുട്ടി അമ്മ. ആരാണ്? എം ലക്ഷ്മിക്കുട്ടി അമ്മ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? കാരക്കാടിലാണ് ഇതിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത്. അപ്പോൾ ഇതിലൊരു ആത്മവിദ്യാസംഘ മഹോത്സവം നടന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴാണെന്ന് അറിയോ? 1932 ആത്മവിദ്യാസംഘത്തിന്റെ ഒരു മഹോത്സവം നടന്നിട്ടുണ്ടായിരുന്നു. മഹോത്സവം നടന്നത് എവിടെയാണെന്ന് അറിയോ? നമ്മുടെ പുന്നപ്രയിലാണ്. എവിടെയാണ്? പുന്നപ്രയിലാണ് ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് വിട്ടു കേട്ടോ. നമ്മുടെ സംഘത്തിന്റെ മാനിഫെസ്റ്റോ, അതായത് ആത്മവിദ്യാസംഘത്തിന്റെ, ഇങ്ങനെ തന്നെ എഴുതണേ, ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ആത്മവിദ്യയാണ് കൃതി എന്ന് പറയപ്പെടുന്ന ഏതാണ്? ആത്മവിദ്യ. നമ്മുടെ ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതിയാണ് ആത്മവിദ്യ എന്ന് പറയുന്നത്. എന്താണ്? കൃതിയാണ് ആത്മവിദ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ആത്മവിദ്യാ സംഘത്തിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അടുത്തത് നോക്കിയാലോ? അടുത്തതാണ് സഹോദര പ്രസ്ഥാനം. എന്താണ്? സഹോദര പ്രസ്ഥാനം. ഓക്കെ, ആത്മവിദ്യാ സംഘം പറഞ്ഞ സമയത്ത് ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ അഭിനവ കേരളത്തിൽ കേട്ടോ, അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യം എന്താണെന്നുള്ളത് അറിയോ? അതായത് ഇത് നിങ്ങൾ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും. അതായത് ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ. ഓക്കെ, എന്താണ്? ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ. ഓക്കെ, നമ്മുടെ ഇതിടെ എന്താണ്? നമ്മുടെ അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് മറക്കാതെ പഠിക്കണേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സഹോദര പ്രസ്ഥാനം എന്താണെന്നുള്ളത് നോക്കിയാലോ. സ്ഥാപിക്കുന്നത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. 1917. എപ്പോഴാണ്? 1917. അപ്പോൾ എന്താണ് ഈ സഹോദര പ്രസ്ഥാനം എന്ന് പറയുന്നത്? അതായത് മിശ്ര വിവാഹവും മിശ്ര ഭോജനവും. എന്താണ്? മിശ്ര വിവാഹവും മിശ്ര ഭോജനവും വഴി ജാതി നശീകരണം. എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? മിശ്ര ഭോജനവും മിശ്ര വിവാഹവും വഴി ജാതി നശീകരണം. ഓക്കെ, ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ 1917 സഹോദരൻ അയ്യപ്പനാണിത് സ്ഥാപിക്കുന്നത്. ആരാണ്? സഹോദരൻ അയ്യപ്പനാണിത് സ്ഥാപിക്കുന്നത്. ഓക്കെ, വിദ്യാഭൂഷണി ആരംഭിച്ചത് ആരാണ്? വിദ്യാഭൂഷണി ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. ഓക്കെ, അതായത് ഈ സഹോദര സംഘത്തിന്റെ നേതൃത്വത്തിലുണ്ടല്ലോ 1917 എപ്പോഴാണ്? 1917 ഒരു ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഒരു പ്രക്ഷോഭം നടന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? സഹോദര പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ 1917 സഹോദര പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ 1917 ജാതി വ്യവസ്ഥയ്ക്കെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് ജാതി രാക്ഷസ ദഹനം എന്ന് പറയുന്നത്. എന്താണ്? ജാതി രാക്ഷസ ദഹനം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ സഹോദരൻ എന്ന് പറയുന്ന മാസിക അച്ചടിച്ചത് എവിടെയാണ്? അത് മട്ടാഞ്ചേരിയിലാണ്. സഹോദരൻ എന്ന മാസിക ആരംഭിച്ചത് എവിടെയാണ്? മട്ടാഞ്ചേരിയിലാണ്. എന്താണ്? മനുഷ്യരെല്ലാം സഹോദരരാകുന്നു. ഓക്കെ, അതാണ് ഇതിന്റെ പ്രഥമ വാക്യം എന്ന് പറയുന്നത്. ഈ വാക്യത്തോടെയാണ് ഈ മാഗസിൻ അച്ചടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ സഹോദരൻ എന്ന മാസിക അച്ചടിച്ചത് എവിടെയാണ്? ആരംഭിച്ചത് അല്ലെങ്കിൽ അച്ചടിച്ചത് മട്ടാഞ്ചേരിയിലാണ്. ഇതിന്റെ പ്രഥമ വാക്യം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യരെല്ലാം സഹോദരൻ ആകുന്നു. ഓക്കെ, അപ്പൊ വേലക്കാരൻ അഥവാ ഡെയിലി വർക്കർ. ഓക്കെ, ഡെയിലി വർക്കർ എന്ന പേരിൽ ഒരു ഇത് ഇറക്കിയത് ആരാണെന്നാണ് ചോദിക്കുന്നത്. പ്രസിദ്ധീകരണം ഇറക്കിയത് ആരാണ്? അത് സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. നമ്മുടെ ബ്രിട്ടീഷ് പ്രസിദ്ധീകരണം അതെന്താണ്? ഡെയിലി വർക്കർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് പ്രസിദ്ധീകരണം ഉണ്ട്. ഓക്കെ, ബ്രിട്ടീഷ് പ്രസിദ്ധീകരണം ഉണ്ട്. അതിന്റെ മാതൃകയിൽ അദ്ദേഹം ഇറക്കിയതാണ് വേലക്കാരൻ എന്ന് പറയുന്ന മാസിക. ഓക്കെ,
വേലക്കാരൻ എന്ന് പറയുന്നത്. ഓക്കെ, വിദ്യാഭൂഷണി ആരംഭിക്കുന്നത് എവിടെയാണ്? വിദ്യാഭൂഷണി ആരംഭിക്കുന്നത് ചെറായിലാണ് കേട്ടോ. വിദ്യാഭൂഷണി ആരംഭിക്കുന്നത് എവിടെയാണ്? ചെറായിലാണ്. ഓക്കെ, മിശ്ര ഭോജന പ്രസ്ഥാനം, അതായത് മിശ്ര ഭോജന പ്രസ്ഥാനം ആരംഭിക്കുന്നതും സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. 1917 ചെറായിൽ മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1917 ചെറായിലാണ്. ഇത് അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്ന് പറയുന്നത്. എന്താണ്? കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സഹോദരൻ എന്ന് പറയുന്ന മാസിക ഉണ്ടല്ലോ, ഇതില് അദ്ദേഹം സഹോദരൻ എന്ന് പറയുന്ന ഈ ഒരു മാസികയിൽ നമ്മുടെ ലെനിൻ ഉണ്ടല്ലോ, അതായത് റഷ്യൻ വിപ്ലവ നേതാവായിട്ടുള്ള ലെനിനെ കുറിച്ചിട്ട്, അപ്പൊ അദ്ദേഹത്തെ കുറിച്ചിട്ട് ആദ്യമായിട്ട് ലേഖനം എഴുതിയിട്ടുള്ള ഒരു മലയാള പ്രസിദ്ധീകരണം കൂടെയാണ് സഹോദരൻ എന്ന് പറയുന്നത്. എന്താണ്? റഷ്യൻ നേതാവായിട്ടുള്ള ലെനിനെ കുറിച്ചിട്ട് ആദ്യം മലയാളത്തിൽ ഒരു ലേഖനം വരുന്നത് വേലക്കാരൻ എന്നുള്ള പറയുന്ന സഹോദരൻ എന്ന് പറയുന്നത് മാസികയിലാണ്. ഓക്കെ, സഹോദരൻ എന്ന് പറയുന്ന മാസികയിലാണ്. ഓക്കെ, വിദ്യാഭൂഷണിയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. ഇതൊരു ഒരു സംഘടന തന്നെയാണ് കേട്ടോ. ഇത് മാസികയല്ല, പറഞ്ഞതിൽ മിസ്റ്റേക്ക് വന്നിട്ട് തോന്നുന്നു. മാസികയല്ല, ഇതൊരു സംഘടനയാണ് കേട്ടോ. വിദ്യാഭൂഷണി എന്ന് പറയുന്ന ഒരു സംഘടനയാണിത്. ഓക്കെ, ഇത് ആരംഭിച്ചത് എവിടെയാണെന്നാണ് പറഞ്ഞത്? ചെറായിൽ തന്നെയാണ് ഇത് ആരംഭിക്കുന്നത്. ഓക്കെ, വിദ്യാഭൂഷണി ആരംഭിക്കുന്നത് എവിടെയാണ്? ചെറായിലാണ് ആരംഭിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നോക്കിയാലോ. അടുത്തത് NSS കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറയാനുള്ളതാണ് നായർ സർവീസ് സൊസൈറ്റി. ഓക്കെ, നായർ സർവീസ് സൊസൈറ്റി, NSS നായർ സർവീസ് സൊസൈറ്റി. എന്താണ്? NSS. ഓക്കെ, നമ്മുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. എന്താണ്? ഭാരത സേവാ സംഘം. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറയുന്ന നമ്മുടെ ഗോഖലെ ഉണ്ടല്ലോ, ഗോപാലകൃഷ്ണ ഗോഖലെ, അദ്ദേഹത്തിന്റെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറയുന്നതില് ആ ഒരു മാതൃകയിൽ കേട്ടോ, ആ ഒരു സൊസൈറ്റിയുടെ മാതൃകയിൽ നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായിട്ട് കേരളത്തിൽ സ്ഥാപിച്ച സംഘടനയാണ് NSS എന്ന് പറയുന്നത്. എന്താണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായിട്ട് കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് NSS അഥവാ നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത്. സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്? 1914 ഒക്ടോബർ 31 എന്താണ്? 1914 ഒക്ടോബർ 31 നായർ ബൃദ്ജന സംഘം. എന്താണ്? നായർ ബൃദ്ജന സംഘം. എന്താണിത് നായർ ബൃദ്ജന സംഘം എന്ന് പറയുന്നത്? ഇതിന്റെ ആദ്യകാല നാമമാണ്. എന്താണ്? ആദ്യകാല നാമമാണ് നായർ ബൃദ്ജന സംഘം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 1925 NSS രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് കേട്ടോ. 1925 NSS ഇത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആസ്ഥാനം എവിടെയാണ്? NSSന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പെരുന്നയാണ്. പെരുന്ന, ചങ്ങനാശ്ശേരി, കോട്ടയം. പെരുന്ന, ചങ്ങനാശ്ശേരി, കോട്ടയമാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഇതിന്റെ ആദ്യത്തെ പേര് എന്ന് പറയുന്നത് നായർ ബൃദ്ജന സംഘമാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിന് ഈ പേര് നൽകിയിട്ടുണ്ടായിരുന്നത് ആരാണ്? ഈ പേര് നൽകിയ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കപ്പന. ഓക്കെ, ആരാണ്? കപ്പന കണ്ണൻ മേനോനാണ്. ആരാണ്? കപ്പന കണ്ണൻ മേനോനാണ് ഈ നായർ ബൃദ്ജന സംഘം എന്നുള്ള പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത് പുനർനാമകരണം ചെയ്യപ്പെട്ടു. എന്നാണ് ഇത് പുനർനാമകരണം ചെയ്യപ്പെടുന്നത്? 1915 ജൂലൈ 11. എന്താണ്? 1915 ജൂലൈ 11. ആരാണ് ഇത് പുനർനാമകരണം ചെയ്തത്? കെ പരമുപിള്ള. ഈ കെ പരമുപിള്ള നൽകിയ പേരാണ് നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS എന്ന് പറയുന്നത്. എന്താണ്? നായർ സർവീസ് സൊസൈറ്റി NSS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് കേളപ്പനാണ്. ഓക്കെ, നായർ സർവീസ് സൊസൈറ്റിയുടെ വേഗം കൊണ്ട് മന്നത്ത് പത്മനാഭൻ എഴുതരുത്. ഓക്കെ, ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് കേളപ്പനും ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭൻ പത്മനാഭനുമാണ്. ഓക്കെ, മന്നത്ത് പത്മനാഭൻ ഇതിന്റെ പ്രസിഡന്റ് ആയത് എന്നാണ്? അദ്ദേഹം 1945 ഇതിന്റെ പ്രസിഡന്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ട്രഷർ ആരാണ്? ഇതിന്റെ ആദ്യത്തെ ട്രഷർ എന്ന് പറയുന്നത് പനങ്ങാട് കേശവ പണിക്കർ. ആരാണ്? പനങ്ങാട് കേശവ പണിക്കറാണ്. NSSന്റെ മുഖപത്രം ഏതാണ്? NSSന്റെ മുഖപത്രം എന്ന് പറയുന്നത് സർവീസ് ആണ് കേട്ടോ. സർവീസ് ആണ്. എവിടെയാണിത്? കറുകച്ചാലില് 1919 ഇത് സ്ഥാപിക്കപ്പെട്ടത്. ഓക്കെ, NSSന്റെ മുഖപത്രം ഏതാണ്? സർവീസ് ആണ്. ഓക്കെ, NSSന്റെ ആദ്യത്തെ സ്കൂൾ സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കറുകച്ചാല് തന്നെയാണ് ആദ്യത്തെ സ്കൂൾ സ്ഥാപിതമാകുന്നത്. ആദ്യത്തെ കോളേജ് സ്ഥാപിതമാകുന്നത് ചങ്ങനാശ്ശേരിയിലാണ്. ആദ്യത്തെ കോളേജ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ചങ്ങനാശ്ശേരിയിലാണ്. ഓക്കെ, NSSന്റെ ആദ്യത്തെ കരയോഗം നടന്നത് എവിടെയാണ്? തട്ടയാണ് കേട്ടോ.
പത്തനംതിട്ട. എവിടെയാണ്? തട്ട പത്തനംതിട്ടയിലാണ് ഇതിന്റെ ആദ്യത്തെ കരയോഗം നടക്കുന്നത്. ആദ്യത്തെ ആശുപത്രി NSSന്റെ സ്ഥാപിതമാകുന്നത് പന്തളത്തിലാണ് സ്ഥാപിതമാകുന്നത്. അപ്പൊ NSSന് വേണ്ടിയിട്ട് രചിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനാ ഗാനം ഉണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഈ സ്കൂളുകളിൽ പാടുന്നില്ലേ, അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. അത് ആക്ച്വലി ഇത് NSSന്റെ വേണ്ടിയിട്ട് രചിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രാർത്ഥനാ യോഗമാണ്. പന്തളം കേട്ടോ, പന്തളം KP രാമൻ പിള്ളയാണ് ഇത് രചിക്കുന്നത്. ആരാണ്? പന്തളം KP രാമൻ പിള്ളയാണിത് രചിക്കുന്നത്. അതായത് നമ്മുടെ ഈ NSSന്റെ ഈ പിരിവിന് ഇറങ്ങുമല്ലോ, ഈ പിരിവിന് വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന സമയത്ത് പാടാനായിട്ട് രചിച്ചിട്ടുണ്ടായിരുന്ന ഒരു പാട്ട്. എന്താണ്? ഇവരുടെ പിരിവിനായിട്ട്, ഉൽപ്പന്ന പിരിവിനായിട്ട് ഇവർ ഇറങ്ങുന്ന സമയത്ത്, വീടുകളിൽ കയറി ഇറങ്ങുന്ന സമയത്ത് പാടാനായിട്ട് രചിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനാ ഗാനം എന്നാണ് ഇത് പറയപ്പെടുന്നത്. അഖിലാണ്ട മണ്ഡലം എന്ന് പറയപ്പെടുന്നത്. നമ്മുടെ ഈ NSS ഉണ്ടല്ലോ, ഇത് ഒരു വേറെ 2 പേരുകളിൽ ഇത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് അറിയോ? നമ്മുടെ മലയാളി സഭ. എന്താണ്? മലയാളി സഭ. അതുപോലെ തന്നെ കേരളീയ നായർ സംഘടന. എന്താണ്? കേരളീയ നായർ സംഘടന. അപ്പൊ മലയാളി സഭ എന്നും അറിയപ്പെട്ടിട്ടുണ്ട്, കേരളീയ നായർ സംഘടന എന്നും NSS അറിയപ്പെട്ടിട്ടുണ്ട്. NSSന്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയോ? നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. എന്താണ്? നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്നുള്ളത് ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് NSS അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് നോക്കിയാലോ. അടുത്തെന്ന് പറയുന്നത് യോഗക്ഷേമ സഭ. എന്താണ്? യോഗക്ഷേമ സഭ എന്ന് പറയുന്നത് 1908 ജനുവരി 1908 ജനുവരി 31 ആലുവയിലാണ് ഇത് സ്ഥാപിതമാവുന്നത്. പ്രധാന പ്രവർത്തകൻ ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. പ്രധാന പ്രവർത്തകൻ എന്നറിയപ്പെടുന്നത് VT ഭട്ടതിരിപ്പാടാണ്. ഈ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ആരാണ്? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് കേട്ടോ. ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് എവിടെയാണ്? ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ആലുവയിലാണ്. എവിടെയാണ്? ആലുവയിലാണ് ഇതിന്റെ സമ്മേളനം നടക്കുന്നത്. അപ്പൊ ഈ യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? നമ്പൂതിരിയെ മനുഷ്യനാക്കുക. ഒരു നമ്പൂതിരി വിഭാഗത്തിൽ ജനിച്ചിട്ടും ഇതിനു വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ മുദ്രാവാക്യം എന്ന് പറയുന്നത് എന്താണ്? നമ്പൂതിരിയെ മനുഷ്യരാക്കുക. മുഖപത്രം എന്ന് പറയുന്നത് എന്താണ്? മുഖപത്രം മംഗളോദയമാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് ചോദിക്കുന്ന ഒരു ഇതാണ് മംഗളോദയം. മുഖപത്രം എന്ന് പറയുന്നത് എന്താണ്? മംഗളോദയമാണ്. മംഗളോദയത്തിന്റെ ആദ്യത്തെ എഡിറ്റർ ആരാണ്? ചങ്ങമ്പുഴയാണ് മംഗളോദയത്തിന്റെ ആദ്യത്തെ എഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഉണ്ണി നമ്പൂതിരി യോഗക്ഷേമം. എന്താണ്? ഉണ്ണി നമ്പൂതിരി യോഗക്ഷേമം എന്ന് പറയുന്ന മാസികകൾ പുറത്തിറക്കിയതും യോഗക്ഷേമ സഭയാണ്. എന്താണ്? ഉണ്ണി നമ്പൂതിരി അതുപോലെ തന്നെ യോഗക്ഷേമം. ഉണ്ണി നമ്പൂതിരി യോഗക്ഷേമം മാസികകൾ പുറത്തിറക്കിയതും യോഗക്ഷേമ സഭയാണ്. എന്താണ്? യോഗക്ഷേമ സഭയാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്തായിരുന്നു യോഗക്ഷേമ സഭയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? ഇതിനൊരു 3-4 ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ബഹുഭാര്യാത്വം നിരോധിക്കുക. എന്താണ്? ബഹുഭാര്യാത്വം നിരോധിക്കുക. വിധവ വിവാഹം നടപ്പിലാക്കുക. വൃദ്ധവിവാഹം തടയുക. ഓക്കെ, എന്താണ്? ബഹുഭാര്യാത്വം നിരോധിക്കുക, അതുപോലെ തന്നെ വിധവ വിവാഹം നടപ്പിലാക്കുക, വൃദ്ധവിവാഹം തടയുക എന്നുള്ളതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് യോഗക്ഷേമ സഭയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ യോഗക്ഷേമ സഭയൊക്കെ. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഈ പത്രങ്ങള് അതുപോലെ തന്നെ ഇത് സ്ഥാപിച്ചിട്ടുള്ള ആളുകൾ, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൂടുതലായിട്ട് വരിക. അപ്പൊ അത് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തൊന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അടുത്ത എന്താണ്? പ്രത്യക്ഷ രക്ഷ ദൈവസഭ. എന്താണ്? പ്രത്യക്ഷ രക്ഷ ദൈവസഭ. എന്താണ്? പൊയ്കയിൽ യോഹന്നാൻ 1909 സ്ഥാപിക്കുന്നത്. പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിക്കുന്നത് എന്താണ്? 1909 സ്ഥാപിക്കുന്നത്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ആസ്ഥാനം എന്ന് പറയുന്നത് ഇരവിപേരൂരാണ് ഇതിന്റെ ആസ്ഥാനം. തിരുവല്ല, പത്തനംതിട്ട. എവിടെയാണ്? ഇരവിപേരൂര്, തിരുവല്ല, പത്തനംതിട്ടയിലാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എന്ന് പറയും. ഇതിന് 2 ഉപ ആസ്ഥാനങ്ങൾ ഉണ്ട്. എവിടേക്കാണ് ഇതിന്റെ ഉപ ആസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്? അമരകുന്നും അതുപോലെ തന്നെ ഉദിയൻകുളങ്ങര. എവിടെയാണ്? അമരക്കുന്നും അതുപോലെ തന്നെ ഉദിയൻകുളങ്ങരയുമാണ്. ഓക്കെ, പ്രസിദ്ധീകരണം എന്താണ്? പ്രസിദ്ധീകരണമാണ് ആദിയാർ ദീപം. എന്താണ്? ആദിയാർ ദീപം എന്നുള്ളതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ. ആദിയാര് എന്നല്ല കേട്ടോ, ആദിയാറാണ്. ആദിയാർ
ഓക്കെ, എഴുതിയപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്. ആദിയാർ ദീപമാണ് ഇതിന്റെ പ്രസിദ്ധീകരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രത്യക്ഷരക്ഷാ ദൈവസഭയിലൂടെയാണ് കുമാരഗുരുദേവൻ എന്നുള്ള പേര് പൊയ്കയിൽ യോഹന്നാന് വന്നു ചേരുന്നത്. എന്താണ് കുമാരഗുരുദേവൻ എന്ന് ഇതിലൂടെ അദ്ദേഹം അറിയപ്പെടുകയാണ്. പ്രത്യക്ഷരക്ഷാ ദൈവസഭയിലൂടെ കൂടിയിട്ടാണ് അദ്ദേഹം ഈ പേരുകൾ അറിയപ്പെടുന്നത്. ഓക്കെ, പൊയ്കയിൽ യോഹന്നാൻ, കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നെല്ലാം അറിയപ്പെടുന്നത് നമ്മുടെ പൊയ്കയിൽ യോഹന്നാൻ തന്നെയാണ് കേട്ടോ. അദ്ദേഹം തന്നെയാണ് ഈ ഒരു പേരിൽ തന്നെ അറിയപ്പെടുന്നത്. അപ്പൊ ഇത് അറിയപ്പെടുന്ന വേറൊരു പേരുണ്ട് കേട്ടോ, PRDS. ഈ ഒരു പേരിലും ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, PRDS. ഓക്കെ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഓക്കെ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്ത് പഠിച്ചില്ലെങ്കിലും ഈ SCERTയുടെ ഈ ഒരു ഫാക്ട് നിങ്ങൾ പഠിച്ചിരിക്കണം, വിത്ത് ഇയേഴ്സും വർഷങ്ങളും കൂടെ ചേർത്തിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് എന്താണ്? അടുത്തെന്ന് പറയുന്നത് ഇതിലൊന്നും ഇല്ലാത്തത്, വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതും ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ലാത്തതും എന്നാൽ പഠിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കേരള പുലയ മഹാസഭ സ്ഥാപിക്കുന്നത് ആരാണ്? PK ചാത്തൻ മാസ്റ്ററാണ്. 1970 കേരള പുലയ മഹാസഭ സ്ഥാപിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 1970 സ്ഥാപിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ മുഖപത്രമാണ് നയലഭം എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ മുഖപത്രമാണ് നയലഭം എന്ന് പറയുന്നത്? കേരള പുലയ മഹാസഭ സ്ഥാപിക്കുന്നത് ആരാണ്? PK ചാത്തൻ മാസ്റ്റർ ആണ് കേട്ടോ സ്ഥാപിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് PK ചാത്തൻ മാസ്റ്റർ തന്നെയാണ്. ഇതിന്റെ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ്? അത് ചന്ദ്രശേഖര ശാസ്ത്രിയാണ് കേട്ടോ. ചന്ദ്രശേഖര ശാസ്ത്രിയാണ്. ഓക്കെ, അടുത്തത് എന്താണ്? ആനന്ദ മഹാസഭ. എന്താണ്? ആനന്ദ മഹാസഭ സ്ഥാപിക്കപ്പെടുന്നത് 1918 ബ്രഹ്മാനന്ദ ശിവായോഗിയാണ്. 1918 ബ്രഹ്മാനന്ദ ശിവായോഗിയാണ്. അരയ സമാജം സ്ഥാപിക്കുന്നത് എന്നാണ്? 1970. അരയ സമാജം സ്ഥാപിക്കുന്നത് 1970. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കുന്നത് 1913. കല്യാണദായിനി സഭ സ്ഥാപിക്കുന്നത് 1912. ഓക്കെ, ഇത് അതുപോലെ തന്നെ വാല സമുദായ പരിഷ്കരണ സഭ, വാല സമുദായ പരിഷ്കാരിണി സഭ സ്ഥാപിക്കുന്നത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് പണ്ഡിറ്റ് കറുപ്പനാണ് കേട്ടോ. ഹരയ സമാജം 1970, കൊച്ചി പുലയ മഹാസഭ 1913, കല്യാണദായിനി 1912, ബാല സമുദായ പരിഷ്കാരണി സഭ പണ്ഡിറ്റ് കറുപ്പൻ. ഓക്കെ, അടുത്ത എന്താണ്? അരയ വംശം പരിപാലന യോഗം 1916, അരയ സർവീസ് സൊസൈറ്റി. ഓക്കെ, ഇത് രണ്ടും സ്ഥാപിക്കുന്നത് ആരാണ്? വേലിക്കുട്ടി അരയനാണ്. ഓക്കെ, ആനന്ദ തീർത്ഥൻ സ്ഥാപിച്ചതാണ് ജാതിനാശിനി സഭ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ജാതിനാശിനി സഭ 1933. ഓക്കെ, PK ചാത്തൻ മാസ്റ്റർ സ്ഥാപിച്ച എന്താണ്? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കേരള പുലയ മഹാസഭ 1970. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ചതാണ് മുസ്ലിം ഐക്യ സംഘം 1922. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം 1918. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ എന്നല്ല, ഇത്രയുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു നോട്ടും കൊണ്ട് എഴുതിയെടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പോയിന്റ് ആയിട്ട് കാര്യങ്ങൾ തന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് മനസ്സിലാവുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. ഓക്കെ, എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം.